CPIM രാജാക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ച് സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞിരുന്ന മമ്മട്ടിക്കാനം സ്വദേശി കറുപ്പൻതറയിൽ ജയമോൾക്കും കുടുംബത്തിനുമാണ് CPIM രാജാക്കാട് ലോക്കൽ കമ്മിറ്റി കരുതലിന്റെ തണലൊരുക്കിയത്. പൊതുജനങ്ങളുടെ അടക്കം സഹകരണത്തോടെയാണ് സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. CPIM സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്നുവെന്നും CV വർഗീസ് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതി എന്ന തീരുമാനം അംഗീകരിച്ചു. അതിന്റെ ഭാഗമായി 1 പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണവിഹിതം, 2 സന്നദ്ധ സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായങ്ങൾ, അങ്ങനെയാണ് വീട് നിർമ്മിക്കുക എന്നതാണ് ഗവൺമെന്റ് കണ്ടത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 2005 ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ CPIMനുള്ളത്. ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് എന്ന രൂപത്തിൽ നിർമ്മിച്ചു നൽകണമെന്ന ആശയം മുന്നോട്ട് വെക്കുകയും ഭാവി പരിപാടി അംഗീകരിക്കുകയും ചെയ്തത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ 80ഓളം വരുന്ന വീടുകൾ ഇപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ സാധിക്കുന്നുവെന്ന സന്തോഷത്തോടെയാണ് കുടുംബം അടുപ്പിൽ തീ പകർന്നത്. രാവിലെ MLA MM മണി വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NV ബേബി, VA കുഞ്ഞുമോൻ, MN ഹരിക്കുട്ടൻ, ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ, വീട് നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ MS സതി, കൺവീനർ PA വിജയൻ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.